മറ്റൊന്നായി ലോകം കാത്തിരിക്കുന്ന വമ്പൻ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് അമേരിക്ക ഇറാന് മേലുള്ള ഉപരോധം നീക്കിയേക്കും എന്നുള്ളതാണ്. യുദ്ധത്തിലെ നഷ്ടപരിഹാര ആവശ്യത്തിൽ നിന്ന് ഇറാനും പിൻവാങ്ങും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, നേരത്തെ ഇറാന്റെ ആവശ്യം തങ്ങൾക്ക് എതിരെയുള്ള എല്ലാ ഉപരോധങ്ങളും, ഒരു ഉപരോധം മാത്രമല്ല, ഈ ഓയിൽ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട സാങ്ഷൻ മാത്രമല്ല, നിരവധി ഉപരോധങ്ങളാൽ കെട്ടിയിട്ടപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ആ ഉപരോധങ്ങളെല്ലാം പൂർണ്ണമായും മാറ്റണം എങ്കിൽ തങ്ങൾ സമാധാനത്തിന് ഹോർമുസിലെ നിയന്ത്രണം മാറ്റിവെക്കുന്നതിനൊക്കെ തയ്യാറാകുമെന്ന് പറയുന്നുണ്ട്. അതേസമയം പകരം നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യം ഇറാനും ഉന്നയിച്ചിരുന്നു. തങ്ങളുടെ യുദ്ധത്തിൽ ഇത്രയും നാളുണ്ടായ ആ നഷ്ടപരിഹാരം എന്ന ആവശ്യത്തിൽ നിന്ന് ഇറാൻ പിന്മാറിയാൽ ഒരുപക്ഷെ ഉപരോധങ്ങൾ നീക്കുന്നതിൽ നിന്ന് ട്രംപ് തയ്യാറാകുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. വലിയ വിട്ടുവീഴ്ചകൾക്ക് ഇരു രാജ്യങ്ങളും തയ്യാറാകുന്നു എന്നുള്ള സൂചനകൾ ചില മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നാണ് മനസ്സിലാകേണ്ടത്. പുതുക്കിയ 14 നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്ക് ഇറാൻ കൈമാറി പാകിസ്ഥാൻ വഴി എന്നാണ് മനസ്സിലാകുന്നത്. ഈ 14 നിർദ്ദേശങ്ങളിൽ അമേരിക്കൻ നിലപാട് എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇനിയുള്ള കാര്യങ്ങളുടെ മുന്നോട്ട് പോക്ക്. ആണവ പദ്ധതികൾ ദീർഘകാലത്തേക്ക് മരവിപ്പിക്കുക, യുറേനിയം ശേഖരം റഷ്യയ്ക്ക് കൈമാറുക, ദീർഘകാലത്തേക്ക് ഉടമ്പടി ഉണ്ടാക്കുക, ഹോർമുസ് നിയന്ത്രിക്കാനായി ഇറാൻ രൂപം നൽകിയ പേർഷ്യൻ ഗൾഫ് സ്ട്രെയിറ്റ് അതോറിറ്റിയുടെ പ്രവർത്തനമടക്കം മരവിപ്പിക്കുക എന്നുള്ള ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വിനോദ്, ഇത്തരമൊരു ആവശ്യം ഒരു സമാധാന കരാറിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ സാങ്ഷൻസ് പൂർണ്ണമായും മാറ്റാമെന്ന് അമേരിക്ക സമ്മതിച്ചാൽ തന്നെ ഇറാന്റെ 80% പ്രശ്നങ്ങളും അവസാനിക്കും. അതിനുള്ള നീക്കങ്ങളാണോ ഇപ്പോൾ നടക്കുന്നത്? രഞ്ജിത്ത്, അങ്ങനെയാണ്. കാരണം ഇപ്പോൾ ഈ ഉപരോധം നീക്കണം എന്നത് തന്നെയാണ് ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. കാരണം ലോകത്തിന് ആവശ്യമായ ഓയിലിൻ്റെ 1/5 ഹോർമുസ് വഴിയാണ് കടന്നു പോകുന്നത്. അതിൽ തന്നെ വലിയൊരു ഭാഗം കയറ്റുമതി ചെയ്യുന്നത് ഇറാനാണ്. ഇറാന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഈ ഉപരോധം ഏർപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന നിർദ്ദേശം നേരത്തെ തന്നെ ഉള്ളതാണ്. മറ്റ് പല ലോകരാജ്യങ്ങൾക്കും അത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന് പുറമെയാണ് ഇന്ത്യയോട് റഷ്യയുടെ ഓയിലും വാങ്ങരുത്, അതായത് ഇറാൻ്റെ എണ്ണ റഷ്യ വഴി ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നതായിരുന്നു അമേരിക്കയുടെ ഒരു വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഉപരോധം. അതിന് പറയുന്ന കാരണം ഈ ഉക്രൈൻ യുദ്ധത്തിന് എണ്ണ വിൽപ്പനയിലൂടെ സമ്പാദിക്കുന്ന പണമാണ് റഷ്യ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരമൊരു നീക്കത്തിലേക്ക് പോകണം എന്നതാണ് അമേരിക്കയുടെ ആവശ്യം. പക്ഷേ പരോക്ഷമായി ഇതിന് പിന്നിലുള്ളത് ഈ ഇറാൻ്റെ എണ്ണ റഷ്യ വഴി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്നത് തന്നെയാണ് അവിടെ അമേരിക്കയുടെ വിലയിരുത്തലായി വന്നത്. ഏതായിരുന്നാലും ഈ 20 ലക്ഷം കോടിയുടെയെങ്കിലും പ്രാഥമികമായി ഈ ഉപരോധം വഴി ഏർപ്പെടുത്തിയിട്ടുള്ള അത് നഷ്ടമുണ്ട്, അല്ലെങ്കിൽ ആ വസ്തുക്കൾ ഫ്രീസായതുണ്ട്, അതെല്ലാം തന്നെ തിരികെ ലഭിക്കണമെന്നതാണ് ഇറാൻ്റെ ആവശ്യം. അതിന് അമേരിക്ക മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ യുറേനിയം തിരികെ നൽകണമെന്നതാണ്, അല്ലെങ്കിൽ അത് ഏറ്റെടുക്കാൻ അനുവദിക്കണം എന്നതാണ്. സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറണമെന്നതാണ് അമേരിക്കയുടെ ആവശ്യം. മറ്റൊന്ന് ഈ ഹോർമൂസിലെ ഇടപെടലാണ്. ഹോർമൂസിൽ അമേരിക്കയ്ക്ക് വലിയ താല്പര്യമുണ്ട്. നേരത്തെ വളരെ സ്വതന്ത്രമായി അറബ് രാജ്യങ്ങളും ഇറാനും ഒക്കെ തന്നെ ഉപയോഗിച്ചിരുന്ന ആ ഒരു മേഖലയിലേക്ക് ഒരു കടന്നുകയറ്റം അമേരിക്ക ആഗ്രഹിക്കുന്നു എന്നത് വളരെ വ്യക്തമാണ്. അതിൻ്റെ ഒരു വഴിയായി അമേരിക്ക കാണുന്നത് മറ്റ് ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ അമേരിക്കയുടെ സൈനിക താവളമുണ്ട്. അങ്ങനെ ഒരു സൈനിക സാന്നിധ്യം ഹോർമൂസിൽ കൂടി വരണമെന്ന് അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട്. ഇത് ഇറാൻ ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കില്ല. മാത്രമല്ല, അവർക്കുള്ള പരമാധികാരം അത് പഴയ രീതിയിൽ തന്നെ ലഭിക്കണമെന്ന കാര്യത്തിൽ ഇറാൻ ഉറച്ചു നിൽക്കുന്നു. മറ്റൊന്ന്, ലെബനിലേക്കും സിറിയയിലേക്കുമൊക്കെ തന്നെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണമാണ്. ഇത് അവസാനിപ്പിക്കണമെന്നത് ഇറാൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. അവിടങ്ങളിലേക്ക് തങ്ങളെ ഈ രാജ്യങ്ങൾ സഹായിക്കുന്നു, ഹിസ്ബുള്ളകളും ഹൂതികളും സഹായിക്കുന്നത് കൊണ്ട് ഈ രാജ്യങ്ങളെ ഇസ്രായേൽ ആക്രമിക്കുന്നു എന്നതാണ് ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി. ഇതിൽ പരിഹാരം ഉണ്ടാകണമെന്ന ആവശ്യം ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതാണ് ഇറാന് ഒരു സമാധാനത്തിലെ കാര്യങ്ങൾ എത്തുന്നുവെന്ന് മനസ്സിലാക്കണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.